കൊല്ലം ഇതുപോലെ തന്നെ വളരെ ശക്തമായ മത്സരം നടന്ന മണ്ഡലം എന്ന് പറയാമോ എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോൾ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ തവണയും അതിന് മുന്നത്തെ തവണയും NK പ്രേമചന്ദ്രൻ കഴിഞ്ഞ 3 തവണയായി UDF തുടർച്ചയായി വിജയിച്ചു വരുന്ന മണ്ഡലമാണ് കൊല്ലത്ത് ഇത്തവണ M മുകേഷിനെയാണ് NK പ്രേമചന്ദ്രനെ തടയാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ മുന്നേറ്റം ചെറുക്കാൻ വേണ്ടി LDF നിയോഗിച്ചത് കൃഷ്ണകുമാർ ജിയെ, സിനിമ സീരിയൽ താരം G കൃഷ്ണകുമാറിനെ അവിടെ NDAയും കളത്തിലിറക്കി. അവിടെ ത്രികോണ മത്സരമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. LDFും UDFും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടമാണ്. NK പ്രേമചന്ദ്രൻ നമുക്കറിയാം 2014 MA ബേബിയെ തോൽപ്പിച്ചു, 2019 KN ബാലഗോപാലിനെ തോൽപ്പിച്ചു. ഇത്തവണ അദ്ദേഹം M മുകേഷിനെ തോൽപ്പിക്കുമോ? M മുകേഷിനെ തോൽപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അവിടെ RSPക്ക് ഉള്ള സീറ്റ് UDFന് വളരെ തെക്കൻ കേരളത്തിലെ ഉറച്ച സീറ്റുകളിൽ ഒന്നാണ്. ഒരുപക്ഷെ തിരുവനന്തപുരത്തും സംശയം പറയുമ്പോൾ അത്ര പോലും സംശയം തോന്നാത്ത രീതിയിലാണ് കൊല്ലത്ത് UDF വിജയിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. യെസ്, വളരെ വളരെ എളുപ്പത്തിൽ പൂ പറിക്കുന്നത് പോലെ പ്രേമേന്ദ്രന് കടന്നു പോകാനാവും. കാരണം അത് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ ഒരു പ്രതിച്ഛായ അവിടെ തുടർച്ചയായി നിലനിർത്താൻ കഴിയുന്നു. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു പാർലമെന്റ് അംഗം കാര്യങ്ങൾ ലോക്സഭയിൽ പ്രസന്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ പരിചയസമ്പത്ത്, അതിനപ്പുറത്ത് ജനകീയ ബന്ധങ്ങൾ പ്രേമചന്ദ്രന് കൃത്യമായ എഡ്ജുണ്ട്. ശരി, പ്രേമചന്ദ്രൻ കഴിഞ്ഞ തവണ വലിയ വിജയം നേടിയ സ്ഥാനാർത്ഥിയാണ്. നമുക്ക് നമ്മുടെ പാനലിസ്റ്റുകളോട് ചോദിക്കാം. റാഷിദിന്റെ ടേൺ ആദ്യം. റാഷിദ്, NK പ്രേമചന്ദ്രൻ ജയിക്കുമെന്ന് എല്ലാവരും പറയുന്നു. പക്ഷേ കൊല്ലം നമുക്കറിയാം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് ശക്തമായ അടിത്തറയുള്ള CPMനും CPIക്കും വളരെ ശക്തമായ അടിത്തറയുള്ള മണ്ഡലമാണ് കൊല്ലം. നിയമസഭാ തെരഞ്ഞെടുപ്പ് എടുത്താൽ നമുക്കറിയാം ഇടതുമുന്നണിയുടെ വോട്ട് വലിയ തോതിൽ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കൊല്ലത്ത് NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് മാത്രം വളരെ ശക്തമായ ഒരു രാഷ്ട്രീയ പോരാട്ടം നടന്നാൽ UDF അനായാസം വിജയിച്ചു കയറുമോ? വ്യക്തിപ്രഭാവം കൊണ്ട് മണ്ഡലം നിലനിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥിയാണ് പ്രേമചന്ദ്രൻ. പ്രേമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നോക്കുകയാണെങ്കിൽ സമീപ ഇലക്ഷനോട് അടുപ്പിച്ച് വന്ന വിവാദം, പ്രധാനമന്ത്രിയുമായി ഭക്ഷണം കഴിക്കാൻ പോയതുമായ ഒരു വിവാദമുണ്ടായിരുന്നു. അതിലൊന്നും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഒരു സംഘപരിവാർ ചാപ്പ് അനാവശ്യമായി, നമ്മൾ കേരളത്തിൽ അങ്ങനെ ഒരു സ്വഭാവം കൂടി ഉണ്ടല്ലോ. അപ്പോൾ ആ തരത്തിൽ അനാവശ്യ ചാപ്പുകളെല്ലാം മാറ്റിവെച്ച് വ്യക്തിപരമായി ഞാൻ പാർലമെന്റിൽ ഒരാൾ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പ്രേമചന്ദ്രൻ. പ്രതിപക്ഷ രാഷ്ട്രീയത്തിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു പറ്റിയ നേതാവ് തന്നെയാണ്. അപ്പോൾ പ്രേമചന്ദ്രന്റെ വിജയം എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും പ്രവചിക്കാം. നിങ്ങളെല്ലാം പ്രവചിച്ച പോലെ തന്നെ ഞാനും പ്രവചിക്കുകയാണ്. യെസ്, NK പ്രേമചന്ദ്രന്റെ വ്യക്തിപ്രഭാവം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഡോക്ടർ G ഗോപകുമാർ, താങ്കളും പ്രതീക്ഷിക്കുന്നത് NK പ്രേമചന്ദ്രന് ബുദ്ധിമുട്ടൊന്നുമില്ലാതെ വിജയിക്കാൻ കഴിയുമെന്നാണ്. ഞങ്ങളുടെ ഒപ്പീനിയൻ പോളിലൊക്കെ 10% 10 പോയിന്റ് ലീഡ് അല്ലെങ്കിൽ 10 കൂടുതൽ പോയിന്റിന്റെ ലീഡ് അവിടെ മുകേഷിന് മുകളിൽ പ്രേമചന്ദ്രൻ ഉണ്ടായിരുന്നു. കാര്യങ്ങൾ അവിടെ വളരെ വളരെ എളുപ്പമാണോ അതോ ഒരു മത്സരം ഉണ്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല, നിശ്ചയമായിട്ടും പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിജയിക്കും. അത് വ്യക്തിപ്രഭാവം എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കേണ്ടത് അദ്ദേഹം ആ മണ്ഡലം നന്നായി നോക്കി എന്നുള്ളതാണ്. പ്രതിപക്ഷത്തിരുന്നപ്പോഴും കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടാവുന്ന പ്രോജക്റ്റുകളും ബാക്കി പ്രവർത്തനങ്ങളും ഒക്കെ നന്നായിട്ട് നോക്കി ആ നിലയ്ക്ക് ആ മണ്ഡലത്തിന് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി ഒരു റോൾ മോഡൽ പാർലമെൻറ്റേറിയനാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയപരമായിട്ടും വ്യക്തിപരമായിട്ടും തന്നെ തോൽപ്പിക്കാൻ മുകേഷിന് കഴിയില്ല. മുകേഷിനെ അവിടെ നിർത്തിയപ്പോൾ CPM പ്രതീക്ഷിച്ചിരുന്നത് ഈഴവ മുസ്ലിം കൺസോളിഡേഷൻ ഉണ്ടാക്കാമെന്നാണ്. ആ കണക്കൂട്ടിൽ അവിടെ വിജയിക്കില്ല എന്ന് മാത്രമല്ല പ്രേമേന്ദ്രനെ മറികടക്കാനുള്ള ഒരു സാഹചര്യവും കാണുന്നില്ല. വലിയ ഭൂരിപക്ഷത്തിൽ പ്രേമേന്ദ്രൻ കൊല്ലത്ത് നിന്ന് വിജയിക്കും. യെസ്, അപ്പോൾ ഏകപക്ഷീയമാണ്, ആരും വേറൊരു കണക്കുകൂട്ടിൽ. ഒരുപക്ഷെ കൊല്ലത്ത് BJP കുറച്ചുകൂടെ വലിയ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ്, ഇപ്പോൾ കുമ്മനം രാജശേഖരന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. അത്തരത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടൊരു കാൻഡിഡേറ്റ് വന്നിരുന്നുവെങ്കിൽ കുറച്ചുകൂടെ ഒരു കടുത്ത മത്സരം നടക്കുമായിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്ത് നോക്കിയാൽ BJPക്ക് ഫൈറ്റിംഗ് ചാൻസ് ഉള്ള ഒരു മണ്ഡലമാണ് കൊല്ലം. ജയിക്കില്ലെങ്കിലും നല്ല മത്സരം കൊടുക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ്. പക്ഷേ സ്ഥാനാർത്ഥി തീരുമാനത്തിന്റെ ഘട്ടത്തിൽ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയുമായിട്ട് ഒരു ഐക്യരൂപം ഉണ്ടായിരുന്നില്ല, സ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ BJPയുടെ വോട്ട് ഷെയർ കാര്യമായി ഉയരാൻ കൊല്ലത്തെ സംബന്ധിച്ച് സാധ്യതയില്ല, അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. കാരണം അവര് പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം വോട്ട് ഷെയർ എല്ലായിടത്തും കൂട്ടാൻ ശ്രമിക്കുന്നുണ്ട് സ്വാഭാവികമായും എല്ലാ പാർട്ടികളും. എന്നതിനപ്പുറത്ത് കൊല്ലത്ത് പ്രേമചന്ദ്രനെ മറികടക്കാൻ പാകത്തിലുള്ള മറ്റൊരു സ്ഥാനാർത്ഥിയും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടതേയില്ല എന്നുള്ളത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ പൂ പറിക്കുന്ന പോലെ. യെസ്, വളരെ വളരെ ഈസി ആയിരിക്കും പ്രേമചന്ദ്രന് കൊല്ലം കടക്കാൻ എന്ന് പറയുന്നു എല്ലാവരും. എന്തായാലും കാത്തിരിക്കണം. ഇതൊക്കെ ജനങ്ങളുടെ കയ്യിലുള്ള കാര്യമാണ് കേട്ടോ. ജനങ്ങൾ വിധി എഴുതിയ കാര്യമാണ്. അത് 4-ാം തീയതി നമ്മൾ അറിയാൻ പോവുകയാണ്. ഇത് ചുമ്മാ ഒരു സിനിമയ്ക്ക് മുമ്പുള്ള ഒരു ടീസർ എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. ശരിക്കുള്ള സംഭവങ്ങളൊക്കെ, ശരിക്കുള്ള കണക്കുകളൊക്കെ നമ്മൾ കാണാൻ പോലെ 4-ാം തീയതി പെട്ടി പൊട്ടിക്കുമോ? ഇനി